എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഉമ്മാന്റെ വീട്ടിൽ പോവാണ്. അപ്പൊ ഇവിടെ എല്ലാരും നമ്മളെ വീട്ടിലുണ്ട്. ഉമ്മയുടെ വീട്ടില് പരിപാടി ഉണ്ട്. അപ്പൊ ആ പരിപാടിക്ക് പാർട്ടിക്ക് നമ്മൾ പോവാണ് അല്ലേ? അപ്പൊ ഞങ്ങള് പോവാൻ വേണ്ടി നിൽക്കണ അല്ലേ പറയാൻ? അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ കാണാം. ഓക്കെ. പരിപാടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്ത പരിപാടിക്ക് ബിരിയാണി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണി നമ്മൊന്നും പൊടിച്ചിട്ടില്ല അല്ലേ? പറയാ നല്ല അടിപൊളി ദമ്മ് ബിരിയാണിയാണ്. അടിപൊളി ദമ്മ് ബിരിയാണിയാണ്. ബീഫ് അത് കഴിഞ്ഞാൽ അടുത്ത് ഞങ്ങൾ ഭക്ഷണത്തിൽ പ്രവേശിക്കും അല്ലേ? മൗലൂദും പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലേ പറയണേ? ഇതാണ് നമ്മുടെ കിച്ചണ് അല്ലേ? മന വീട്ടിലത്തെ കിച്ചണാണിത്. കിച്ചണൊക്കെ ഫ്രിഡ്ജിൽ നമുക്ക് എന്താ കൊണ്ടിച്ചെങ്കിൽ ഏത് സമയത്തും കോഴിമുട്ട ഇവിടെ റെഡിയാക്കാലോ. ഇനി എന്തില്ലെങ്കിൽ അല്ലേ? ഇതൊക്കെ ഇനി പറയല്ലേ? ഒന്നും പറയാനല്ലോ. ക്ലിയർ അല്ലേ? ഈ മന വീട്ടിലെത്തിയ പറഞ്ഞാ വന്നത് ഉമ്മയാണ് നിൽക്കണത് കേട്ടോ. അപ്പൊ സ്കെയിൽ കൊടുത്ത് വന്നതാണ്. പരിപാടി തന്നെ അല്പ സമയത്തിന്റെ ഉള്ളിൽ ഫുഡും പരിപാടിയൊക്കെ ഇപ്പൊ റെഡിയാവും അല്ലേ? പറയാനേ മഞ്ഞ എല്ലാരും വന്ന് നമ്മൾ സദ്യക്ക് പ്രവേശിക്കുമ്പോ ഇത് മടപ്പാണ് സംഗതി. ഇവിടെ ഇനി പരിപാടി ഗംഭീരമായിട്ട് പരിപാടി നടത്താൻ പോണേ. ബിരിയാണിക്ക് ഉദ്ദേശിക്കുന്നത് മുളക് കൊടുക്കാം, ഒന്ന് കെട്ടിയെടുക്കാം. ബിരിയാണിയൊക്കെ റെഡിയാക്കി പറഞ്ഞൊണ്ടിരിക്കുകയാണ്. എല്ലാ കാര്യവും ഉഷാറാക്കിയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് അല്ലേ? ദം ബിരിയാണി അല്ലേ? അല്ലേ പറയാ? അപ്പൊ ഇനി അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ പറയാനത് ആരൊക്കെ പറഞ്ഞു കൊടുക്കാം? ഇത് കുഞ്ഞിപ്പ അല്ലേ? ഉമ്മാന്റെ കുഞ്ഞിപ്പേടത്, ഇത് ഉമ്മാന്റെ ഉപ്പ കേട്ടോ. അപ്പൊ നമ്മളെന്ത് കൂടിയാണ്? വെല്ലിപ്പാന്റെ മൗലൂദിന് കൂടിയതാണ് എല്ലാവർക്കും വേണ്ടിയുള്ള മൗലൂദിനെ അല്ലേ? അപ്പൊ എല്ലാ പരിപാടികളും ബിരിയാണി ഉമ്മ വളമ്പിക്കൊണ്ടിരിക്കുന്നു. പമ്പ് പരിപാടി കേട്ടോ.
പരിപാടിയൊക്കെ നന്നായിട്ടില്ലേ? പരിപാടിയൊക്കെ ഇല്ലേ? അല്ലേ? ഐസ്ക്രീം ഒരു വെടിക്കെട്ട് പോലെ വന്നോ പരിപാടി. വല്ലാതെ ഐസ്ക്രീം വെള്ളം കിട്ടിയാലും സങ്കടമുണ്ട്. ഇത് പിസ്റ്റല്ലേ? നിങ്ങൾക്ക് കിട്ടിയത് സാധാ വെള്ളം ഇന്ന് സാധാ പറയാനേ അടക്കാതെ കിട്ടിയത് അടക്കാതെ അതാണ് ഉഷാറായിട്ടുണ്ട്. അതെ കഴിച്ചാ ഫോട്ടോ എടുക്കുമ്പോഴേക്കും തല മറിച്ചു ആരും ചൂടാണ്ടാ കൂടിയ തലയത്തൊടി എന്ന കുടുംബങ്ങളിൽ നിന്ന് എല്ലാവരും കൂടിയില്ല, ചെറിയ കുടുംബങ്ങൾ കൂടി ഞങ്ങളെ വാപ്പാടി ഉമ്മാനും അതുപോലെ ഒരു മൂത്ത പെങ്ങളും മരിഞ്ഞിട്ട് പോയിട്ടുണ്ട്. അവരൊക്കെ ഒരു ഓർമ്മ പുതുക്കിക്കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഗ്യാസുകളൊക്കെ ദുആ ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. അതൊക്കെ സന്തോഷം. അപ്പോൾ എല്ലാ കുടുംബങ്ങളും നമുക്ക് പറയാനുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ എല്ലാ കുടുംബങ്ങളും ഇതുപോലെ കൊല്ലത്തിലൊരിക്കെങ്കിലും അല്ലെങ്കിൽ മാസം പറ്റിയെങ്കിൽ മാസം അല്ലെങ്കിൽ 6 മാസത്തിലോ അല്ലെങ്കിൽ കൊല്ലത്തിലൊരിക്കെങ്കിലും കൂടിയിട്ട് എല്ലാവരും ഒത്തുകൂടിയിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കുക, സന്തോഷമായിട്ട് തരിപ്പിക്കുക. അങ്ങനെ ഒരു നല്ലൊരു കാര്യമാണ് ഇതിലേക്ക് പറയാനുള്ളത്. അപ്പോൾ ഇൻഷാല്ലാ ഞങ്ങൾക്കൊന്നും എല്ലാവരും കൂടി എല്ലാവരും എന്ന് വെച്ചാൽ ഞാനും എൻ്റെ മൂത്ത ജ്യേഷ്ഠനും പിന്നെ എൻ്റെ ഭാര്യ മക്കളും എൻ്റെ പിന്നെ ചെറിയ ജ്യേഷ്ഠൻ്റെ ഭാര്യ മക്കളും അതേപോലെ പിന്നെ മൂത്ത ജ്യേഷ്ഠൻ്റെ ഭാര്യ മക്കളും എൻ്റെ മരുമക്കളോടില്ല. ഞങ്ങൾ അധികം ആൾക്കാരാണ് കുട്ടികളും ഞങ്ങൾ അതിൽ കുറച്ച് പേരക്കുട്ടികളൊക്കെ ഉള്ളത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് നല്ല സന്തോഷമായി ആയി. അപ്പോൾ ശരിയാണ് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും കുടുംബങ്ങളൊക്കെ പറഞ്ഞ് കൂടിയിട്ട് ഒരു ഒന്നില്ലെങ്കിൽ യാത്ര പോകുന്നൊക്കെ നല്ല കാര്യം. ഒരു ടൂർ പോവുക, കുടുംബങ്ങൾ കൂടിയിട്ട് അങ്ങനെ ഞങ്ങളൊക്കെ പോകാൻ ടൈമില്ല. അതെല്ലാം വളരെ ആഴ്ചയുടെ സന്തോഷമായിരുന്നു. അതേപോലെ ഇന്നും ഞങ്ങൾ വെളുത്തു കൂടി ഒരു നേരത്തെ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൂടി സന്തോഷമായി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും മുന്നേ ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങള് മരണപ്പെട്ടു പോയ ഒരുപാട് കുടുംബാദികളുണ്ട്. പിന്നെ മരുമക്കളെ ഉപ്പാരുണ്ട്, ഉമ്മാരുണ്ട്, പിന്നെ ഭാര്യ മാതാപിതാക്കളുണ്ട്, അഞ്ചൻ്റെ ഭാര്യ പിതാവുണ്ട്. അങ്ങനെ പല ആൾക്കാരും കുടുംബങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്തിട്ടുണ്ട്. അതെല്ലാം അതാണ് പ്രത്യേകം പറയാനുള്ളത്. അവർക്ക് വേണ്ടി ഇടക്കിടക്ക് അവര് ഒന്നും ഓർമ്മിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് എല്ലാവരും കൂടി തൃപ്തിപ്പെട്ട് ഇങ്ങനെ കൂടിയാൽ അതൊരു സന്തോഷമാണ്. ആ സന്തോഷം അവർക്ക് നൽകട്ടെ, അവർക്ക് ഉണ്ടാകട്ടെ എന്നാണ് പറയാം. നല്ല വീഡിയോ ആയിട്ട് നമ്മള് വീണ്ടും തിരിച്ചു വരും. ഇതുപോലെ ഒത്തുകൂടാൻ ഇനിയും അടുത്ത വീഡിയോക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.